ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുനിത കിച്ചൻ ബ്ലോഗിലേക്ക് സ്വാഗതം. ഇന്ന് എല്ലാ വീട്ടമ്മമാർക്കും ഉപകാരപ്പെടുന്ന കുറച്ച് നല്ല ടിപ്സുകളായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറന്നു പോവല്ലേ. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് കുക്കർ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് നല്ല കാര്യങ്ങളായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ പാചകമൊക്കെ എളുപ്പമാക്കാൻ വേണ്ടി നമ്മൾ കുക്കർ ഉപയോഗിക്കാറുണ്ടല്ലോ. അപ്പോൾ നമ്മൾ അങ്ങനെ ഉപയോഗിക്കുമ്പോൾ നമ്മൾ ആ കുക്കറിൻ്റെ പിടി ലൂസാവാറുണ്ട്. അതുമാത്രമല്ല വാഷർ ലൂസായി നമുക്ക് ഉപയോഗിക്കാൻ പറ്റാതാവാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ വിസിൽ കേൾക്കാതിരിക്കാറുണ്ട്. അപ്പോൾ ഇതിലെല്ലാത്തിനുള്ള ഒരു പരിഹാരമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഇവിടെ ഒരു നൂലെടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഇന്ന് ആദ്യം ചെയ്യുന്നത് കുക്കറിൻ്റെ പിടി ഒന്ന് ടൈറ്റ് ചെയ്ത് എടുക്കുകയാണ് കേട്ടോ. എളുപ്പത്തിൽ ഒട്ടും തന്നെ ലൂസാവാതെ നല്ലതുപോലെ മുറുകിയിരിക്കാനുള്ള നല്ലൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ അതിൻ്റെ ആ കുക്കറിൻ്റെ പിടിയിലുള്ള ആ ഒരു ആണി ഒന്ന് ഇളക്കുകയാണ്, ആ ഒരു സ്ക്രൂ ഒന്ന് ഇളക്കിയെടുക്കുകയാണ്. അതിന് ശേഷം നമ്മൾ അതിൻ്റെ പൊടിയെല്ലാം കളഞ്ഞ ശേഷം നമുക്കിതിലേക്ക് ആ ഒരു നൂലൊന്ന് കുറച്ച് ചുറ്റി കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഈ നൂല് ചുറ്റി കൊടുക്കുകയാണെങ്കിൽ നമ്മൾ ആ ഒരു ഇത് ആണി തിരുമ്മി കയറ്റുമ്പോൾ തന്നെ നല്ലതുപോലെ പ്രസ്സായിട്ടിരിക്കും കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ നൂല് കുറച്ചൊന്ന് ഇതുപോലെ ഒന്ന് ചുറ്റി കൊടുക്കുകയാണ്. അപ്പോൾ ഇത്തിരി ചെറുതായിട്ടൊന്ന് കട്ടിക്കൊന്ന് ആ ഒരു സൈഡൊന്ന് നല്ലതുപോലെ ഒന്ന് ചുറ്റി കൊടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് വേണം, എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണേ. അപ്പം ഞാൻ ഇവിടെ നൂല് നല്ലതുപോലെ ചുറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ ആ ഒരു പിടിയിലേക്ക് നല്ലതുപോലെ തിരുമ്മി കയറ്റി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനവിടെ നൂലിത്തിരി കട്ടിക്ക് തന്നെ അത് ചുറ്റിയെടുക്കണം കേട്ടോ. ഇത്തിരി കട്ടിക്ക് അത് ഇളകി പോകാത്ത രീതിയിൽ നമുക്കൊന്ന് ചുറ്റിയെടുക്കണം. അതിന് ശേഷം നമുക്ക് ഈ ഒരു പിടിയിലേക്ക് നമുക്ക് ആ ഒരു സ്ക്രൂവിനെ ഒന്ന് കയറ്റി കൊടുക്കാം കേട്ടോ. അതിനുശേഷം നമുക്കിത് ഒന്ന് കറക്കി കൊടുത്ത ശേഷം ഒരു കമ്പിത്തുണ്ടോ അല്ലെങ്കിൽ നമുക്കൊരു പിച്ചാത്തിയുടെ മുനയോ അല്ലെങ്കിൽ നമുക്കൊരു നമ്മൾ ഇതിൽ ഉപയോഗിക്കുന്ന സ്ക്രൂ ഡ്രൈവറോ എന്തെങ്കിലും ഉപയോഗിച്ച് ഒന്ന് നല്ലതുപോലെ ഒന്ന് കറക്കി കൊടുക്കണം കേട്ടോ. അത് നല്ലതുപോലെ പ്രസ് ചെയ്ത് ഇറക്കി കൊടുക്കണം. എങ്കിൽ മാത്രമേ അത് നല്ലതുപോലെ ടൈറ്റായിട്ടിരിക്കുകയുള്ളൂ കേട്ടോ. നല്ലതുപോലെ പ്രസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഒട്ടും തന്നെ അത് ആ ഒരു പിടി അനങ്ങാതെ തന്നെ നമുക്ക് കുറേ കാലം ഉപയോഗിക്കാൻ പറ്റും കേട്ടോ. ആ ഒരു നൂല് അത് ഇല്ലാതായി പോകുന്നത് വരെ നമുക്കിത് ഇതുപോലെ തന്നെ ഇരിക്കും കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കണം. ഇതെല്ലാവർക്കും എല്ലാ വീട്ടമ്മമാർക്കും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഞാൻ അതവിടെ നല്ലതുപോലെ പ്രസ് ചെയ്തിട്ടുണ്ട്. ഒട്ടും തന്നെ അത് അനങ്ങാത്ത രീതിയിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി അടുത്ത ടിപ്സ് ഒന്ന് കണ്ടാലോ. നമ്മൾ ഇതുപോലത്തൊക്കെ വിസിൽ കേൾക്കുന്ന ആ ഒരു സ്റ്റീമിലൊക്കെ നിറയെ അഴുക്ക് പറ്റിയിരിക്കാറുണ്ട്. അപ്പോൾ നമുക്ക് അത് അഴുക്ക് പറ്റിയിരുന്ന് കഴിഞ്ഞാൽ നമുക്കത് വിസിൽ കേൾക്കാറില്ല. അങ്ങനെ വരുമ്പോൾ വലിയ അപകടങ്ങൾ തന്നെ നമുക്ക് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടി നമ്മൾ ഇതുപോലെ ആ ഒരു ഹോളിലേക്ക് നമ്മൾ ഒരു സൂചി ഉപയോഗിച്ച് അതിൻ്റെ അഴുക്കെല്ലാം മാറ്റാം കേട്ടോ. അപ്പം നമ്മൾ സൂചി ഉപയോഗിക്കണമെന്നില്ല കേട്ടോ. നിങ്ങൾക്ക് സൂചി വേണമെങ്കിൽ സൂചി ഉപയോഗിക്കാം, അല്ലെങ്കിൽ ടൂപ്പിക്കോ എന്തെങ്കിലും വെച്ച് അതിൻ്റെ ഒരു ആ ഹോളിലുള്ള അഴുക്കെല്ലാം മാറ്റിക്കളയാം. അപ്പോൾ ചെറിയ പൊടിയൊക്കെ അടഞ്ഞിരിക്കുകയാണെങ്കിൽ തന്നെ അതിൽ നമുക്ക് ആവി വരില്ല കേട്ടോ. അപ്പോൾ ഞാൻ രണ്ട് സൈഡും ഒന്ന് ആ സൂചി കൊണ്ട് നല്ലതുപോലെ ഒന്ന് കുത്തി കൊടുത്ത് അതിൻ്റെ പൊടി അഴുക്കെല്ലാം ഒന്ന് മാറ്റി കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ലതുപോലെ വിസിൽ കേൾക്കാൻ പറ്റും. നമുക്ക് ഒരു കുഴപ്പവും വരില്ല കേട്ടോ. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ വെള്ളം ഒഴിച്ച് കൊടുത്ത ശേഷം അത് നല്ലതുപോലെ വെള്ളം അതിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് ഒരു കുഴപ്പമില്ലാന്ന് നമ്മൾ അത് പാചകം ചെയ്യുന്നതിന് മുമ്പേ നമ്മളിത് ചെയ്ത് നോക്കിയ ശേഷം മാത്രമേ നമ്മൾ കുക്കറിൻ്റെ മൂടിയൊക്കെ അടച്ച് വെച്ച് നമ്മൾ പാചകം ചെയ്യാവൂ കേട്ടോ. അപ്പോൾ ഇതാ കണ്ടോ, നല്ലതുപോലെ വെള്ളം നമുക്ക് ആ ഹോൾ വഴി നല്ലതുപോലെ വരുന്നുണ്ട് കണ്ടോ. അപ്പോൾ ഇങ്ങനെ വരികയാണെങ്കിൽ ഒന്നും തന്നെ പേടിക്കേണ്ട. നമ്മളിതുപോലെ എപ്പോഴും പാചകം ചെയ്താൽ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കിയ ശേഷം പാചകം ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. ഇനി അടുത്ത ടിപ്സ് ഒന്ന് കണ്ടാലോ. നമ്മൾ കുക്കറിൻ്റെ ആ ഒരു അടപ്പിലുള്ള വാഷറൊക്കെ നമ്മൾ ചിലപ്പോൾ എടുക്കുമ്പോൾ തന്നെ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നത് പഴയ കുക്കറൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് തന്നെ ലൂസായി പോവാറുണ്ട്. അപ്പോൾ അത് നല്ലതുപോലെ ടൈറ്റായി കിട്ടാനുള്ള ഒരു എളുപ്പവിദ്യയാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഇവിടെ ഒരു സ്റ്റീൽ പാത്രം എടുത്തിട്ടുണ്ട്. ഒരു പരന്ന പാത്രം തന്നെ എടുക്കുക. അതിനുശേഷം അതിലേക്ക് നമുക്ക് വാഷർ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. നമ്മൾ ഈ ചൂടുവെള്ളം ഒഴിച്ച ശേഷം ഒരു 10 മിനിറ്റ്
നമ്മൾ അതിലിട്ട ശേഷം നമ്മൾ കുക്കറിൽ വെച്ച് കൊടുത്ത് പാചകം ചെയ്യുകയാണെങ്കിൽ നല്ലതുപോലെ ടൈറ്റായിട്ട് ആ വാഷർ ഇരിക്കും കേട്ടോ. അപ്പോൾ ഇതും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇനി നമുക്ക് ഈ വാഷർ നമ്മൾ സ്ഥിരമായിട്ട് പാചകമൊക്കെ ചെയ്യുമ്പോൾ ആ വാഷറിൻ്റെ അകത്തൊക്കെ അഴുക്ക് പറ്റാറുണ്ട്. അങ്ങനെ വരുമ്പോൾ തന്നെ അണുക്കളൊക്കെ വരുമ്പോൾ പല രോഗങ്ങളും നമുക്ക് വരാറുണ്ട് കേട്ടോ. അപ്പോൾ അഴുക്കൊക്കെ ഇളക്കാനുള്ള നല്ലൊരു ടിപ്സാണ് കേട്ടോ. അപ്പോൾ ഞാൻ അത് വാഷർ വെള്ളത്തിലേക്ക് തന്നെ ഇട്ട് കൊടുക്കണം. ആ ചൂടുവെള്ളത്തിൽ തന്നെ വാഷർ കിടക്കട്ടെ. അതിലേക്ക് 1 സ്പൂൺ അളവിൽ ബേക്കിംഗ് പൗഡറും കുറച്ച് വിനാഗിരി ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ വിനാഗിരി ഒഴിച്ച് കൊടുത്ത ശേഷം നമുക്ക് ഇതിലേക്ക് നേരത്തെ ആ ഒരു വിസിൽ കേൾക്കുന്ന ആ സ്റ്റീമും കൂടി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതൊക്കെ എല്ലാം ഇട്ട് കൊടുത്തിട്ട് ഒരു 10-15 മിനിറ്റ് ആയ ശേഷം നമ്മളിത് നല്ലതുപോലെ വൃത്തിയാക്കുകയാണെങ്കിൽ ഒട്ടും തന്നെ അഴുക്ക് അതിൽ ആ വാഷറിൻ്റെ അകത്തൊന്നും അഴുക്കിരിക്കില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഒരു വിസിൽ കേൾക്കുന്ന ആ ഒരു ഇതും കൂടി ഞാൻ അതിലേക്ക് ഇളക്കി അതിലിട്ട് കൊടുക്കുകയാണ്. ഒരു 10 മിനിറ്റ് ഒന്ന് അത് നല്ലതുപോലെ കുതിർന്ന് കിട്ടട്ടെ. അപ്പോൾ നിങ്ങൾക്ക് പുതിയ കൂട്ടുകാർ ആരെങ്കിലും എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഞാൻ ഇതിവിടെ നല്ലതുപോലെ കുതിർന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി ഒരു ബ്രഷ് ഉപയോഗിച്ച് അതിൻ്റെ അകത്തുള്ള ആ പൊടിയും അഴുക്കെല്ലാം നല്ലതുപോലെ കളഞ്ഞെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ആ ഒരു വിസിൽ കേൾക്കുന്ന ആ ഒരു ഇതിൽ മാത്രമല്ല കേട്ടോ, വാഷറിലും നിറയെ നമുക്ക് ചിലപ്പോഴൊക്കെ ആ ഒരു നമ്മൾ കറിയൊക്കെ വയ്ക്കുമ്പോൾ തന്നെ അതിൻ്റെയൊക്കെ മഞ്ഞയും ഇതുമൊക്കെ അതിൽ ഒട്ടിപ്പിടിച്ചിരിക്കാറുണ്ട്. അതെല്ലാം നല്ലതുപോലെ പോയി കിട്ടാൻ ഇതാണ് നല്ലൊരു ടിപ്സ് കേട്ടോ. അപ്പം ഞാൻ ഇവിടെ ആ വാഷറിൻ്റെ അകത്തും എല്ലായിടത്തും നല്ലതുപോലെ ആ ഒരു ബ്രഷ് ഉപയോഗിച്ച് നമ്മൾ തേച്ച് കഴുകുകയാണ് കേട്ടോ. അപ്പോൾ ചൂടുവെള്ളത്തിലിട്ട് നമ്മൾ കഴുകി എടുക്കണോണ്ട് തന്നെ ഒട്ടും തന്നെ അണുക്കളും വരില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ എല്ലാം നല്ലതുപോലെ തേച്ച് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ നല്ലതുപോലെ കഴുകിയ ശേഷം നമുക്കത് തുടച്ച് വൃത്തിയാക്കി എടുക്കാം കേട്ടോ. ഇനി നമ്മളിത് ഇതിലിട്ട് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതൊക്കെ എല്ലാ വീട്ടമ്മമാർക്കും ഉപകാരപ്പെടുന്ന നല്ല വീഡിയോ ആണ്. കുക്കർ ഉപയോഗിക്കുന്ന എല്ലാവരും തീർച്ചയായിട്ടും ഈ വീഡിയോ കണ്ടിരിക്കണം. അപ്പം ഞാൻ അതവിടെ ഇത് ശരിയാക്കിയിട്ടുണ്ട് കേട്ടോ. ഇനി അടുത്ത ടിപ്സ് ഒന്ന് കണ്ടാലോ. നമ്മൾ കുക്കറിലൊക്കെ അരി വേവിക്കുമ്പോഴും അതുപോലെ തന്നെ എന്തെങ്കിലും പായസമോ ഇതൊക്കെ വയ്ക്കുമ്പോൾ തന്നെ നമ്മളിതുപോലെ ഇത് പൊങ്ങിക്കളഞ്ഞ് ആ അടപ്പിൻ്റെ പുറത്തെല്ലാം ആയി പോവാറുണ്ട്. അപ്പോൾ നമ്മൾ പലപ്പോഴും പല കാര്യങ്ങളും ചെയ്ത് അത് മാറ്റാറുണ്ട്. അപ്പോൾ ഇന്ന് നല്ലൊരു ടിപ്സാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ ഞാൻ ഇവിടെ കുറച്ച് അരി പായസം തയ്യാറാക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ ഞാൻ അരിയും അതുപോലെ തന്നെ ശർക്കരയും തേങ്ങയും എല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുത്ത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നല്ലതുപോലെ മിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മളിത് പുറത്ത് ഇത് തിളച്ച് തൂകിപ്പോകാതിരിക്കാൻ വേണ്ടി നമ്മൾ 1 സ്പൂൺ ഇട്ട് കൊടുക്കുക. അതല്ലെങ്കിൽ ഏറ്റവും നല്ലൊരു ടിപ്സാണ് കേട്ടോ. ഇതുപോലത്തെ ഒരു പാത്രം, ഇതുപോലത്തെ ഒരു കിണ്ണം, നമ്മൾ കറിയൊക്കെ കോരി എടുക്കുന്ന ഇതുപോലത്തെ ഒരു കിണ്ണം ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അതിന് ശേഷം നമ്മൾ മൂടി വെച്ച് അതിനെ വേവിക്കുക കേട്ടോ. അപ്പോൾ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒട്ടും തന്നെ അതിൻ്റെ പുറത്ത് തിളച്ച് തൂകി വരില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ ആദ്യത്തെ വിസിൽ കേൾക്കുകയാണ് കേട്ടോ. അപ്പോൾ ആദ്യത്തെ വിസിൽ കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് കണ്ടോ ഒട്ടും തന്നെ അതിൻ്റെ ആ ഒരു അരിയുടെ വെള്ളവും ഒന്നും ഇതിലേക്ക് വന്നിട്ടില്ല. അപ്പോൾ ഞാൻ രണ്ടാമത്തെ വിസിലും ഇതിലേക്ക് കേൾക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ തന്നെ അറിയാം, ഈ നമ്മൾ സ്പൂൺ ഇടുന്നേക്കാളും നമുക്ക് ഏറ്റവും നല്ലൊരു ടിപ്സാണ് കേട്ടോ ഇതുപോലെ ഒരു പാത്രം ഇട്ട് കൊടുക്കുകയാണെങ്കിൽ. അപ്പോൾ ഇതിവിടെ നല്ലതുപോലെ ചൂടാറിയ ശേഷം ഞാൻ തുറന്ന് നോക്കിയിട്ടുണ്ട്. പായസം നല്ലതുപോലെ വെന്ത് നല്ലതുപോലെ ഇതായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ അതിൻ്റെ പാത്രം അടിയിലേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ ഇതെല്ലാം ഒതുക്കി മാറ്റിയ ശേഷം നമുക്കത് എടുക്കാവുന്നതാണ് കേട്ടോ. നല്ലതുപോലെ ചൂടാറിയ ശേഷം നമ്മളത് എടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇത് നല്ലൊരു ടിപ്സാണ് കേട്ടോ. എല്ലാ വീട്ടമ്മമാർക്കും ഉപകാരപ്പെടുന്ന നല്ലൊരു ടിപ്സാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇനി അടുത്ത ടിപ്സ് ഒന്ന് കണ്ടാലോ. നമ്മൾ ഈ കുക്കറിലൊക്കെ നമ്മൾ വാഷർ സ്ഥിരമായിട്ട് ഉപയോഗിക്കുമ്പോൾ ഇത് നല്ലതുപോലെ ലൂസായി കിട്ടാറുണ്ട്. അപ്പോൾ അത് പെട്ടെന്ന് നമുക്ക് പാചകം ചെയ്യാൻ എളുപ്പത്തിനുള്ളൊരു വിദ്യയാണ് കാണിക്കുന്നത് കേട്ടോ. നമ്മൾ ഇതിലേക്ക് റബ്ബർ ബാൻഡ് ഇടാറുണ്ട്. അപ്പോൾ റബ്ബർ ബാൻഡ് ഇടുകയാണെങ്കിൽ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ പാചകം ചെയ്യുമ്പോൾ ആ ചൂടടിക്കുമ്പോഴൊക്കെ റബ്ബറൊക്കെ ഉരുകി നമുക്ക് അതിൻ്റെയൊക്കെ സ്മെല്ല് അതിൽ പിടിക്കാറുണ്ട്. അപ്പോൾ അതിനേക്കാൾ ഏറ്റവും നല്ലതാണ് നമ്മൾ ഇതുപോലത്തെ അലുമിനിയം ഫോയിൽ പേപ്പർ നല്ല കട്ടിക്ക് നീളത്തിന് എടുത്ത ശേഷം ഇതുപോലെ കട്ടിക്കൊന്ന് ചുറ്റിയെടുക്കുക. അപ്പോൾ നല്ലതുപോലെ ഇതുപോലെ ഒന്ന് ചുറ്റിയെടുക്കുകയാണെങ്കിൽ പൊട്ടിപ്പോകാത്ത രീതിയിൽ നല്ലതുപോലെ ചുറ്റിയെടുക്കുക കേട്ടോ. അപ്പോൾ ഇത്തിരി കട്ടിക്കിരിക്കുകയാണെങ്കിൽ പെട്ടെന്ന് പൊട്ടിപ്പോവില്ല, നല്ലതുപോലെ ടൈറ്റായിട്ടിരിക്കും.
അതിനുശേഷം നമുക്ക് ആ വാഷറിൻ്റെ 2 സൈഡും നല്ലതുപോലെ ഇറുക്കി പ്രസ് ചെയ്ത് നമുക്കത് ചുറ്റി വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരു കുഴപ്പമില്ല കേട്ടോ. നമ്മൾ അലുമിനിയം ഫോയിൽ പേപ്പർ ഇതിൽ ചുറ്റി വെച്ചാൽ ഒട്ടും തന്നെ ഒരു കുഴപ്പമില്ല. അപ്പം നിങ്ങളെല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കണേ. നല്ലതായിട്ട് ടൈറ്റ് ചെയ്ത് ഇറുക്കി കെട്ടി വെക്കണം കേട്ടോ. പൊട്ടിപ്പോവാത്ത രീതിയിൽ നല്ലതുപോലെ പ്രസ് ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഒരു പാചകം ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു ഇത് വാഷർ ലൂസാണെങ്കിൽ പെട്ടെന്ന് നമുക്കത് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പം നിങ്ങൾക്ക് ഇന്ന് കാണിച്ച എല്ലാ ടിപ്സുകളും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എൻ്റെ കമൻറ്റ് ബോക്സിൽ കമൻറ്റായി അറിയിക്കാനും ആരും മറന്നു പോവല്ലേ. പുതിയ കൂട്ടുകാർ ആരെങ്കിലും എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യണം. അടുത്തുള്ള ബെല്ലൈക്കൺ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷനും കൊടുക്കാനും ആരും മറന്നു പോവല്ലേ.